അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. പ്രിയപ്പെട്ടവരെ, മരണവാർത്തയാണ്. എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. പൊന്നാനി 4-ാം കല്ല് 43-ാം വാർഡിൽ താമസിക്കുന്ന മാറാപ്പ് അഷ്റഫിൻ്റെ മകൾ നിഹാല മരണപ്പെട്ടിട്ടുണ്ട്. 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. മക്കൾ മരണപ്പെട്ടാലുള്ള മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അവരുടെ മനസ്സ് നമ്മൾ തൊട്ടറിഞ്ഞതാണ്. ഇന്ന് മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളുടെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ്. പടച്ച റബ്ബ് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ഈ പൊന്നുമോള് മരണപ്പെട്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പൊന്നാനി താലൂക്ക് ആശുപത്രിയുടെ മുൻവശത്ത് വെച്ച് ഈ കുട്ടി സഞ്ചരിച്ച ആക്റ്റീവ സ്കൂട്ടർ ഒരു ബസ്സുമായി കൂട്ടിയിടിക്കുകയുണ്ടായി. അതിലൂടെ ഈ പൊന്നുമോൾക്ക് അതീവ ഗുരുതരമായി പരിക്കുകളേറ്റു. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആ പൊന്നുമോള് പടച്ച റബ്ബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേരുടെ പ്രാർത്ഥനകളായിരുന്നു. മരണം എന്നുള്ളത് പടച്ച റബ്ബിൻ്റെ കലാകാണ്. നമുക്കതിനെ മറികടക്കാൻ കഴിയില്ല. പൊന്നുമോള് പോയിരിക്കുന്നത് പടച്ച റബ്ബിലേക്കാണ്. അങ്ങനെയെങ്കിലും ഓർത്ത് നമുക്ക് സമാധാനിക്കാം. MA ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2-വിൽ നിന്നും പാസ്സായ കുട്ടിയായിരുന്നു. നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. എന്താ ചെയ്യുക, പടച്ച റബ്ബിൻ്റെ വിധി സഹിച്ചല്ലേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. 5 നേരവും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ആ പൊന്നുമോളുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബറ് വിശാലമാക്കി കൊടുക്കട്ടെ. പടച്ച റബ്ബേ, ആ പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ചെറിയ മോളാണ് റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ പൊന്നുമ്മാൻ്റെ പൊന്നുപ്പാൻ്റെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവസാനം ദുആ ചെയ്യുക. വേറൊരു 15 വയസ്സുള്ള ഒരു മോൻ്റെ ഒരു മരണമുണ്ട്. ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയായിരുന്നു. ഇന്നലെ നമുക്ക് ലഭിച്ചതാണിത്. മലപ്പുറത്താണ് സംഭവം. വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാൻ പോയതായിരുന്നു. തിരൂർ തൃപ്പങ്ങോട് പൊയിലിശ്ശേരി സ്വദേശി നസീം റൗലാബി ദമ്പതികളുടെ മകൻ നിബിൻ ഷെയാണ് പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുന്നത്. 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ പൊന്നുമോൻ്റെ അതിദാരുണമായ മരണമായിപ്പോയി. ആ നാടിനെയും നാട്ടുകാരെയും കുടുംബത്തെയും വല്ലാതെ സങ്കടപ്പെടുത്തിയാണ് ആ പൊന്നുമോനെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ചില മരണങ്ങൾ അങ്ങനെയാണ്. മരണം വെച്ച് വിളിക്കുന്നത് പോലെയാണ് അവിടെ എത്തുക. അങ്ങനെയാണ് ആ പൊന്നുമോൻ അവിടെ എത്തിയത്. അല്ലാതെ ആ പൊന്നുമോൻ അങ്ങനെയൊക്കെ തോന്നുമോ? ബന്ധുവിൻ്റെ മകനോടൊപ്പം കുളിക്കാൻ പോകാനും ഇതുപോലെ അപകടത്തിൽപ്പെടാനും. പൊയിലിശ്ശേരി പള്ളിക്ക് സമീപത്തുള്ള ആ കുളത്തിലാണ് ഈ പൊന്നുമക്കൾ കുളിക്കാൻ പോയത്. അങ്ങനെ ഏറെ നേരമായിട്ടും ആ പൊന്നുമോനെ കാണാത്തതിനെ തുടർന്ന് ഉമ്മ ആകെ ബേജാറായി നാട്ടുകാരെയും ബന്ധുക്കളെയും വിവരം അറിയിച്ച് അങ്ങനെ അവരൊക്കെ കൂടിയുള്ള തിരച്ചിലിനൊടുവിലാണ് അങ്ങനെയാണ് ആ ഒരു കുളത്തിൽ നിന്നും ആ പൊന്നുമോൻ്റെ മയ്യത്ത് കണ്ടെത്തിയത്. ആ കുളത്തിനകത്തൊരു ഗുഹയിൽ പെട്ടുപോയതാണത്രേ ആ പൊന്നുമോന്. അങ്ങനെ ഉടനെ തന്നെ അവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. നമ്മുടെയൊക്കെ ശ്വാസം എന്ന് പറയുന്നത് അധിക നേരം നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഇതുപോലുള്ള മരണങ്ങൾ സംഭവിച്ചു പോകുന്നത്. എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഈ പൊന്നുമോന് പഠിക്കുന്നത് 10-ാം ക്ലാസ്സിലാണ്. പടച്ച റബ്ബേ, ആ പൊന്നുമോന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അബദ്ധത്തിലും അപകടത്തിലും വന്നു പെടാൻ റബ്ബേ. നീ അവർക്കൊരു സംരക്ഷണം നീ നൽകണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പൊന്നുമക്കളുടെ ഖബർ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ആരോഗ്യം നീ കൊടുക്കണേ റബ്ബേ. ഇതുപോലുള്ള അപകടത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ.
ഈ പൊന്നു മക്കളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.